സമയം രാത്രി 2 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല. ആകെ മൊത്തം ഒരു അസ്വസ്ഥതയായിരുന്നു കേട്ടോ. എന്തൊക്കെയോ മാനസികമായിട്ടും കുറച്ച് പ്രശ്നങ്ങളും ടെൻഷനാണോ സ്ട്രെസ്സാണോ എന്താണെന്ന് അറിയാൻ പാടാത്തൊരു ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങിയ ആളെ വിളിച്ചെണീപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കൊരു സോഡ കുടിക്കാൻ പോകണമെന്ന് പറഞ്ഞ് വിളിച്ചെണീപ്പിച്ച്. എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ മക്കളെ ഉമ്മച്ചിയുടെ അടുത്ത് ഏൽപ്പിച്ചുകൊണ്ടാണ് പോയത്. ഞങ്ങൾ താമസിക്കുന്നിടത്താണ് എങ്കിൽ പോകുമ്പോൾ എല്ലാത്തിനെയും കൊണ്ട് പോകേണ്ട വരുമല്ലോ. ഇവിടെ ആകുമ്പോൾ പിന്നെ ആളുള്ളതും കൊണ്ട് നോക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി പമ്പിൽ കയറി പെട്രോൾ അടിച്ചുകൊണ്ട് നേരെ കടയിലോട്ട് പോയിട്ട് തൊട്ടടുത്തൊന്നും ആ ഒരു സമയത്ത് കടകളില്ല. കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ 24 ഹവേഴ്സുള്ളൊരു കടയാണ് കേട്ടോ. അവിടെ ആ സമയത്ത് ചെന്നാൽ ചായയും കടിയും എല്ലാം റെഡിയാണ് കേട്ടോ. ഞങ്ങൾ മിക്കപ്പോഴും വെളുപ്പിനായാലും അല്ലെങ്കിൽ രാത്രിയിൽ വിശപ്പ് മാറിയാത്തൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് അങ്ങോട്ടാണ് പോണേ. അപ്പോൾ ഞാൻ സോഡ മാത്രമായിട്ട് കുടിച്ചുള്ളൂ. ഒരു ചായയും കുടിച്ചു. ചായ എന്നോട് വേണമെന്ന് വെച്ചപ്പോൾ എനിക്ക് വേണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് പോയിട്ടാണ്. പോകുന്ന വഴിക്ക് ഒരു പുള്ളി ബൈക്ക് ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുമ്പോട്ട് നീക്കിയിട്ടിട്ട് ഞങ്ങൾ നിർത്തിയിട്ട് എന്നാ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഡീസൽ തീർന്നു പോയതാണ്. അപ്പോൾ അതിൻ്റെ കയ്യിൽ അടിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇക്കാക്ക മാറി മേടിച്ചൊരു പെട്രോൾ ഒരു കുപ്പി വണ്ടിയിൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതും കൊടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ വീഡിയോ എത്ര